ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ട് കൊണ്ട് തന്നെ നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പാർട്ട് 1ഉം അതുപോലെ പാർട്ട് 2ഉം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. നമ്മൾ വരച്ചു തുടങ്ങുന്ന മുടിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയറായിട്ട് നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ മുകളിൽ കൂടെ രണ്ടാമത് ബ്ലാക്ക് കളർ ആഡ് ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ നമുക്കൊരു മുടിക്കൊരു തിളക്കം കിട്ടാനും അല്ലെങ്കിൽ നല്ല ഡാർക്ക്നെസ് കൂട്ടി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മുടി വരയ്ക്കുന്ന നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ടായിരുന്നു. കാരണം നല്ല ഡാർക്കാക്കി എടുക്കാനും പിന്നെ അതിൻ്റെ ഓരോ ലൈനായിട്ട് നമുക്ക് വരച്ചെടുക്കാനൊക്കെ നല്ല സമയം വേണ്ടി വരുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി സമയം തന്നെ നമുക്ക് ഈ ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരും. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഒരു ലെയർ ചെയ്യണം ഒരു കളർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പിന്നീടാണ് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് 2 തവണയെങ്കിലും വരയ്ക്കേണ്ടി വരും ഇതിൻ്റെ മുകളിൽ കൂടെ ഓരോ ലെയറായിട്ട്. കാരണം ആ ഒരു നല്ല ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ അത്രത്തോളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് തന്നെ ഗ്രീൻ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ വീണ്ടും ഒന്നുകൂടെ നമുക്ക് വരയ്ക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ താടി വരയ്ക്കുന്ന മുടി വരച്ചാൽ തന്നെയാണ് നമ്മൾ ആദ്യം ലെയറായിട്ട് നമ്മൾ ഗ്രീൻ കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പിന്നീട് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താടി വരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് കട്ടി കുറഞ്ഞ ഭാഗങ്ങളും അതുപോലെ കട്ടി കൂട്ടി വരയ്ക്കുന്ന ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ണ് വരയ്ക്കുന്നതിന് ആദ്യം ഒരു വയലറ്റ് കളർ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അപ്പം അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ബ്ലൂ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് കണ്ണിന് കുറച്ചുകൂടെ ഒരു നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കണ്ണിൽ ചെറിയൊരു ലൈറ്റ് ഇരിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫേസ് ഇവിടെ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോട്ടോയെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ കളർ നമ്മൾ ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ആ സ്കിൻ കളർ അതുപോലെ അത്രയ്ക്ക് ഒരു കടുപ്പത്തിൽ ഇവിടെ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഇത്രത്തോളം ഒന്നും ശരിയാവുന്ന പോലും ഓർത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷണം അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അപ്പം എത്രത്തോളം ശരിയായി വരും എന്ന് നമുക്ക് ഡ്രോ കംപ്ലീറ്റ് ആയത് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കുഴപ്പമില്ലാതെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ഫേസിൽ വേണമെങ്കിൽ ഒരു ഷെയ്ഡ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കളർ കൂടെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഷെയ്ഡിങ് ചെയ്യാൻ പോകുന്നില്ല. ഞാനിപ്പം കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്ത് ബാക്കി ആ ഷർട്ടിൻ്റെ ഭാഗം കൂടെ ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുവാണ്. കാരണം ഇനി നമുക്ക് ഷെയ്ഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഈ ഡ്രോയിങ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് കൂടെ ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ആ കളർ അതുപോലെ ഫോട്ടോ കാണുന്ന പോലെ കുറച്ച് കടുപ്പത്തിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പം ബാക്കിയുള്ള വരച്ച് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുവാണ്. അപ്പം ഷർട്ട് നമുക്ക് വരയ്ക്കാറുണ്ട്. അപ്പോൾ ഷർട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് വീഡിയോ പിന്നെയും ലോങ് ആയി പോകും. അപ്പോൾ അത് നിങ്ങളെ ഒരു അടിവരമായിട്ട് ചെയ്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല.
പിന്നെ ബാക്കി കുറച്ചുകൂടെ നമുക്ക് അതായത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പം ഈ ഒരു ഡ്രോയിങ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് ഒക്കെ പഠിച്ചെടുക്കാവുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. മെയിനായിട്ട് ഇതിനകത്ത് പ്രാക്ടീസാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കളർ പെൻസിൽ നമ്മളിപ്പം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്കും കളർ പെൻസിലൊന്ന് ഇമ്പ്രൂവ് ആയി വരാനുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ കളർ പെൻസിൽ ഡ്രോയിങ് ഒരുപാട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ഇത്രയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കളർ പെൻസിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നതുകൊണ്ട് നമ്മളൊന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നായിരുന്നു. പിന്നെ ഈ മാക്സിമം നമുക്ക് ചെയ്യാൻ നോക്കാം. ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ട്യൂട്ടോറിയലായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോന്ന് കണ്ടിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് കണ്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക, ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.